കേരളത്തിൽ റെയിൽവേ ലൈൻ ആരംഭിച്ചത് 1861 മാർച്ച് 12-നാണ്. ആദ്യത്തെ റെയിൽവേ ലൈൻ ബേപ്പൂർ മുതൽ തിരൂർ വരെ. തിരുവിതാംകൂറിൽ ആദ്യമായി ട്രെയിൻ ഗതാഗതം ആരംഭിച്ചത് 1904-ലാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ പുനലൂർ ചെങ്കോട്ടയാണ്. കേരളത്തിൽ 2 റെയിൽവേ ഡിവിഷനുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും വലിയത് തിരുവനന്തപുരമാണ്. ആദ്യത്തേത് പാലക്കാടാണ്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഒലവക്കോട് റെയിൽവേ ഡിവിഷൻ എന്നാണ്. റെയിൽവേ ലൈൻ കടന്നു പോകാത്ത കേരളത്തിലെ ജില്ലകളാണ് വയനാടും ഇടുക്കിയും. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂറാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളി ശ്രീ ജോൺ മത്തായിയാണ്. രണ്ടാമത്തെ മലയാളി ശ്രീ പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. ഇനി കേരളത്തിലൂടെ കടന്നു പോകുന്നവയിൽ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസാണ് വിവേക് എക്സ്പ്രസ്, ദിബ്രുഗഡ് കന്യാകുമാരി. കേരളത്തിൽ നിന്നും ആരംഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസാണ് തിരുവനന്തപുരം ഗുവാഹത്തി. ഇനി കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട ട്രെയിൻ ദുരന്തങ്ങളാണ്. പെരുമൺ ട്രെയിൻ ദുരന്തം 1988 ജൂലൈ 8-ന് ഐലൻഡ് എക്സ്പ്രസ് അഷ്ടമുടിക്കായലിലേക്ക് മറിഞ്ഞുണ്ടായതാണ് പെരുമൺ തീവണ്ടി ദുരന്തം. അതുപോലെ മറ്റൊന്നാണ് കടലുണ്ടി ട്രെയിൻ ദുരന്തം നടന്നത് 2001-ൽ. ഇനി ഇന്ത്യയിൽ നടന്ന ട്രെയിൻ അപകടങ്ങളിൽ ഏറ്റവും അവസാനമായി 296 പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ ദുരന്തം 2023 ജൂൺ 2-ന് ഒഡീഷയിലെ ബാലസോറിൽ നടന്നതാണ്. ഇനി ചില പ്രധാനപ്പെട്ട ട്രെയിൻ സർവീസുകൾ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ 150-ാം ജന്മവാർഷികം പ്രമാണിച്ച് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച എക്സിബിഷൻ ട്രെയിനാണ് സംസ്കൃതി എക്സ്പ്രസ്. സ്വാമി വിവേകാനന്ദൻ്റെ 150-ാം ജന്മവാർഷികം പ്രമാണിച്ച് ആരംഭിച്ച ട്രെയിനാണ് വിവേക് എക്സ്പ്രസ്. ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് ഗോൾഡൻ ചാരിയറ്റ്. ഇന്ത്യൻ റെയിൽവേയും രാജസ്ഥാൻ ടൂറിസം വികസന കോർപ്പറേഷനും സംയുക്തമായി നടപ്പിലാക്കിയിരിക്കുന്ന ആഡംബര ട്രെയിൻ സർവീസാണ് പാലസ് ഓൺ വീൽസ്. മദർ തെരേസയുടെ 100-ാം ജന്മവാർഷികം പ്രമാണിച്ച് ആരംഭിച്ച ട്രെയിനാണ് മദർ എക്സ്പ്രസ്. എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ട്രെയിനാണ് റെഡ് റിബൺ എക്സ്പ്രസ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ 100-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസാണ് ശതാബ്ദി എക്സ്പ്രസ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ തലസ്ഥാനം, വ്യാവസായിക കേന്ദ്രം, തീർത്ഥാടന കേന്ദ്രം എന്നിവയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ട്രെയിനാണ് രാജ്യറാണി എക്സ്പ്രസ്. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയോടുള്ള ആദരസൂചകമായി ആരംഭിച്ച ട്രെയിൻ സർവീസാണ് മഹാമാന എക്സ്പ്രസ്. ഇന്ത്യൻ പ്രസിഡന്റിന് സഞ്ചരിക്കാൻ ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയ സംവിധാനമാണ് ദ പ്രസിഡൻഷ്യൽ സലൂൺ. ഇനി റെയിൽവേ നിർമ്മാണ യൂണിറ്റുകളാണ്. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് പശ്ചിമ ബംഗാളിലെ ചിത്തരഞ്ജനിൽ സ്ഥിതി ചെയ്യുന്നു. ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് വാരാണസിയിലാണ്. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി പാരമ്പൂറാണ്. റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയിലാണ്. വീൽ ആൻഡ് ആക്സിൽ പ്ലാന്റ് യലഹങ്കയിലാണ്. ഇനി ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യ വനിതാ എൻജിൻ ഡ്രൈവർ സുരേഖ ശങ്കർ യാദവാണ്. ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ റിങ്കു സിൻഹ റോയാണ്. ആദ്യ വനിതാ എൻജിൻ ഡ്രൈവർ സുരേഖ ശങ്കർ യാദവ്. ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ റിങ്കു സിൻഹ റോയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ്. വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് സുധാൻഷു മണിയാണ്. മിസ്റ്റർ സുധാൻഷു മണിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത് ന്യൂഡൽഹി വാരാണസി റൂട്ടിൽ 2019 ഫെബ്രുവരി 15-ന് ഫ്ലാഗ് ഓഫ് ചെയ്തതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇനി കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഏപ്രിലാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഫ്ലാഗ് ഓഫ് ചെയ്തത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് വന്ദേ ഭാരത് എക്സ്പ്രസ് ദക്ഷിണ റെയിൽവേയുടെ കീഴിലാണ്
കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്നത്. നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവാണ്.